ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ എങ്ങനെ ഒരു കാറ് നല്ല രീതിയിൽ കഴുകാം, സ്ക്രാച്ചസ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ കഴുകാം എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പുതിയൊരു ഫോം ഗൺ മേടിച്ചിട്ടുണ്ട്. ഫോം ഗൺ അല്ല, ഒരു ഫോം ക്യാൻ മേടിച്ചിട്ടുണ്ട്. അത് അവർ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ പറയുന്നത് ഈ എക്സ്ട്രാ ഫോം വരുന്ന ഷാമ്പൂ ഒക്കെ മേടിച്ചിട്ട് യൂസ് ചെയ്താലാണ് അത് ഫോം കറക്റ്റായിട്ട് വരുള്ളൂ എന്നൊക്കെ പറയണേ. ഞാൻ എന്തായാലും നോർമൽ ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നല്ല. നോർമൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് മേടിക്കാണ്ട് നോർമൽ ഷാമ്പൂ ആണ്. അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് സ്ക്രാച്ച് ഇല്ലാണ്ട് കാറ് കഴുകാൻ നോക്കാം. അപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെ നോർമലി വണ്ടി കഴുകുന്നത്, ഫസ്റ്റ് ഞാൻ വണ്ടി ഫുള്ള് ഈ പറയുന്ന ഫോം ഇട്ട് കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫോം ഇട്ട് കവർ ചെയ്ത് വരുമ്പോഴത്തേക്കും ഡേർട്ടുകളെല്ലാം ഇതിൽ ഡിസോൾവ് ആവും. വെറ്റായിട്ട് ഡിസോൾവ് ആയതിനു ശേഷം ഞാൻ പ്രഷർ വാഷർ വെച്ചിട്ട് ഫുള്ളൊന്ന് റൗണ്ട് ഫുള്ളായിട്ട് റിൻസ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഞാൻ ഷാമ്പൂ ഇട്ട് പ്രോപ്പറായിട്ട് റിൻസ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതെടുത്തെടുത്ത് നോർമൽ ഇതിൽ ഞാൻ കാണിച്ചത് എങ്ങനെ വരുന്നുണ്ട്. ഇത് ഞാൻ എടുത്തേക്കുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 10 ml 1 ലിറ്റർ വാട്ടർ എന്നുള്ള ഒരു റേഷ്യോയിലാണ് ഞാൻ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വരുന്നുണ്ട് നോക്കാം. അത്യാവശ്യമുള്ള ഫോം വരുന്നുണ്ട്, അത്യാവശ്യം കവർ ആവാനുള്ള ഫോം വരുന്നുണ്ട്. ഇപ്പോൾ ഇത് 1 ലിറ്റർ വാട്ടറാണുള്ളത്. നമുക്ക് ഫുൾ കാർ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡേർട്ട് ഡസ്റ്റ് എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 1 ലിറ്റർ വാട്ടറിൽ നമുക്ക് ഫുൾ കാർ കവർ ചെയ്യാൻ പറ്റില്ല. ബാക്ക് ഏരിയ കുറച്ച് ബാക്കി വന്നു. അപ്പോൾ ശരിക്കും 1 ലിറ്ററിൽ കംപ്ലീറ്റ് കാർ കവർ ചെയ്യാൻ പറ്റില്ല. ഒരു 1.5 ലിറ്ററെങ്കിലും മിനിമം കൊണ്ടാലാണ് നമുക്ക് കംപ്ലീറ്റ് കാർ ഇതുപോലെ കവർ ചെയ്ത് കൊണ്ട് അതൊക്കെ ബ്രൗൺ കളർ ചെയ്ത് അതൊക്കെ ഡേർട്ട് ഡിസോൾവ് ആയി വരുന്ന. ഇനി നമുക്ക് എന്താ ചെയ്യണമെങ്കിൽ പ്രഷർ ഓഫ് വെച്ചിട്ട് നൈസായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കളറായിട്ട് അടിച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഫുള്ള് ഫോം ഇട്ടിട്ട് ഫുൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ശരിക്കും ഒന്നുകൂടി ഫോം ഇട്ടിട്ട് നമ്മൾ ഈ ക്ലോത്ത് കൊണ്ടാണ് ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ടാണ് അത് കംപ്ലീറ്റ് ഫോം ഇട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഫൈനലായിട്ട് റിൻസ് ചെയ്ത് നമ്മൾ ഡ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ രണ്ടാമത് നമ്മൾ സോപ്പ് ഇടുക, ഫോം ഇടുകയാണ്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിരി കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈം കറക്റ്റ് 1 ലിറ്റർ എടുത്തിട്ട് ബാക്കിൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 1.4 ലിറ്റർ എടുത്തിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഷാമ്പൂ ഫോം ഇട്ടിട്ട് നമ്മൾ ക്ലോത്ത് വെച്ചിട്ട് എല്ലാം കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം റിൻസ് ചെയ്ത് തരാം. ഓക്കെ, കാർ വാഷ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പ്രഷർ വാഷറൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ ഈ പൈപ്പ് വണ്ടിയുടെ ബോഡിയിൽ ടച്ച് ആവാണ്ട് ഒരയാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇതിന് ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും. വൈബ്രേഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ ബോഡിയിൽ ടച്ച് നമ്മൾ അറിയാണ്ട് മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് ഇതിൻ്റെ വൈബ്രേഷൻ കൊണ്ട് വരും. മാക്സിമം ഇതിൻ്റെ പൈപ്പ് ഇതിൽ ടച്ച് ആവാണ്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ വണ്ടി എപ്പോഴും വാഷ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനും സെപ്പറേറ്റ് ക്ലോത്ത് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ എക്സ്റ്റീരിയർ വാഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്യാനുള്ള ഒരു മൈക്രോ ഫൈബറാണ്. ഇത് ഇൻറ്റീരിയർ ഡസ്റ്റ് ചെയ്യാൻ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു മൈക്രോ ഫൈബർ ക്ലോത്താണ്. അപ്പോൾ ഞാൻ ഫോം വെച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു ക്ലോത്തും കാണിച്ചു. ഞാൻ ഇതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് കണ്ടോ, അതിനെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. വെച്ച ഭാഗം ഡ്രൈ ആണെന്നുണ്ടാണ്. കണ്ടോ, കംപ്ലീറ്റ് ഡ്രൈ ആയി. ക്ലീൻ ചെയ്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ അത്ര നല്ലതാണ്. ഫോൾഡ് ചെയ്ത് നമുക്ക് ഒരു ഫസ്റ്റ് എല്ലാം ഗ്ലാസ് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ബോഡി പാനൽസ് മൊത്തം നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇപ്പം മഴയൊക്കെ അല്ലേ, മഴയായതുകൊണ്ട് ഞാൻ റെയിൻ റിപ്പല്ലൻ്റ് ട്രീറ്റ്മെൻറ്റ് ഞാൻ ഗ്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. അത് കാണിച്ചു തരാം എന്താ ചെയ്തതിന് ശേഷം എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഡ്രൈ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വണ്ടി കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ റെയിൻ റിപ്പല്ലൻ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന ടോട്ടൽ വാക്സിൻ്റെ റെയിൻ റിപ്പല്ലൻ്റ് ട്രീറ്റ്മെൻറ്റാണ്. നമുക്ക് നോക്കാം.
അപ്പോൾ യൂസ് ചെയ്യുന്ന എൻ്റെ കയ്യിലുള്ളൊരു മൈക്രോ ഫൈബർ ക്ലോത്താണ് ആപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആപ്ലിക്കൻ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു 2-3 ഡ്രോപ്സ് എടുത്തിട്ട് ഇതിൽ നമ്മൾ നല്ല രീതിയിലാക്കുക. ആക്കിയതിന് വെട്ടുന്ന എന്നിട്ട് നമ്മളിത് സർക്കുലർ മോഷനിൽ നമുക്ക് കോട്ട് ചെയ്യാം. കുറച്ച് ദിവസത്തേക്ക് നമുക്കത് ഇടണം, അത് പ്രോപ്പറായിട്ടൊന്ന് ഇടാൻ വേണ്ടിയിട്ട്. എന്തായാലും ചെയ്യുമ്പോൾ സൈഡ് വിൻഡോസിലും കൂടെ ചെയ്യുമെന്ന് വിചാരിച്ചു. നമുക്കൊരു 1 or 2 months ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഇതിൽ വർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ റിസൾട്ടെല്ലാം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ നിർത്താണ്ട് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്യുക. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട്. ഇതൊക്കെ DIY ആണ്, സ്വന്തമായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. ഗഡിലൊക്കെ പോയാൽ നല്ല ചാർജസ് മേടിക്കും ഒരു ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. ട്രൈ ചെയ്യുന്നതാണ്. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് നമുക്കറിയില്ല. സർക്കുലർ മോഷനിൽ ചെയ്യാനായിട്ടാണെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അതേ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ റൗണ്ട് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഏരിയസൊക്കെ ഡ്രൈ ആവും. പിടിച്ചിരിക്കുന്നുണ്ട്. ഈ തോന്നുന്നതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ബേസിക് ഒരു വാക്സ് കോട്ടിങ് ആയിരിക്കും. കൈൻഡ് ഓഫ് വാക്സ് കോട്ടിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹോപ്പ്ഫുള്ളി അതങ്ങനെ തന്നെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിന് ഈ ഗ്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് മഴ പെയ്യുമ്പോൾ ഇതൊന്ന് ഫോൾഡ് ആവും, അല്ലെങ്കിൽ നനഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് സെറ്റിൽ ആയതിനു ശേഷം ജസ്റ്റ് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഫുൾ ഡ്രൈ ആയിട്ട് വൈപ്പ് ചെയ്തെടുക്കാനാണ് ഇതിൽ ഇൻസ്ട്രക്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ വണ്ടി ഓൾറെഡി വാഷ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഞാനിതൊരു ജസ്റ്റ് ഒരു സ്പ്രെയർ എടുത്തിട്ടാണ് ഞാനിത് സ്പ്രിങ്കിൾ ചെയ്ത് വാട്ടർ നല്ല രീതിയിൽ പോകുന്നുണ്ട്. സ്പ്രേ നിൽക്കുന്നില്ല. നെക്സ്റ്റ് ഗ്ലാസ് ക്ലിയർ ആവുന്നോടും വരെ വൈപ്പ് ചെയ്തെടുത്തേക്കെന്ന് പറയണേ. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് രീതിയല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക, അല്ലാത്ത പക്ഷെ ഇത് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി വാഷ് ചെയ്തതിന് ശേഷം ഫോർസിലിട്ടിട്ടുണ്ട്. ഇനി ഇത് മഴയത്ത് ഞാൻ ഓടിച്ചിട്ട് ഗ്ലാസ് എങ്ങനെ വാട്ടർ റിപ്പല്ലൻ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് വാട്ടർ റിപ്പല്ലൻസി നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലിത് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.